തുടക്കത്തിൽ തന്നെ മിനിക്കുവാണെങ്കിൽ വീട്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും അവള് തന്നെ ഒന്ന് അതിശയിച്ചു പോയി. ഇത് എന്റെ വീട് തന്നെയാണോന്നോ ഒന്നുകൂടി ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവിടെയുള്ള പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പുതിയ ഐറ്റംസ് കുറെ വന്നിട്ടുണ്ട്. പുതിയ കോഫി മേക്കർ, കുഞ്ഞിന്റെ ടോയ്സ് കുറെ കിടക്കുന്നു. എന്താണ്ടൊക്കെ അവൻ ചെയ്തു വെച്ചേക്കുക. എന്തിനാടാ എന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ എന്റെ വീട് ഇങ്ങനെയൊക്കെ മാറ്റിയത്? എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് നിന്റെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാനല്ല ഞാൻ ചെയ്തത്. എന്റെ കുഞ്ഞാനെ ക്യൂവന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അടികൂടുന്ന കണ്ടത്. ക്യൂവനാണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ അടികൂടിക്കൊണ്ടേ ഇരിക്കാമല്ലോ, എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടുപേരും പെട്ടെന്ന് ഇല്ലില്ല ഞങ്ങൾ അടിയൊന്നും കൂടിയതല്ല ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നെന്ന് പറയുമ്പോൾ അപ്പൊ ഇങ്ങനെയല്ലല്ലോ സാധാരണ എൻ്റെ കൂടെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന പിള്ളേരെ അമ്മമാര് അച്ഛനൊക്കെ വരുന്നത് അവരിങ്ങനെ കയ്യൊക്കെ കോർത്ത് പിടിച്ച് സംസാരിക്കുള്ളൂ, നിങ്ങൾ എന്താ അങ്ങനെ പിടിക്കാത്തേന്ന് നോക്കുമ്പോഴത്തേക്കിനും പിന്നെ എന്താ പിടിക്കാലോ മോനെന്ന് പറയുമ്പോൾ ക്യുവാനായിട്ട് തന്നെ രണ്ടിനും കയ്യൊക്കെയാണെങ്കിൽ ചേർത്ത് വെക്കുക. ഇങ്ങനെ വേണം ഇരിക്കാൻ, ഇനി വഴക്കൊന്നും കൂടാൻ പാടില്ല. പിന്നെ അടുത്തേക്ക് നിന്നിട്ടാ അവര് സംസാരിക്കാറെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ചേർത്ത് പിടിച്ച് കണ്ടില്ലേ ഞങ്ങൾ തമ്മിൽ ഒരു ഐഡിയ ഇല്ല, ഞങ്ങൾ എപ്പോഴും നല്ല പിള്ളേരായിട്ട് ഇരിക്കത്തുള്ളൂ എന്ന് ക്യുവാൻ്റെ അടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇന്നും പറഞ്ഞുണ്ട് കൊച്ചവിടെ നിന്ന് പോവാട്ടോ. പോയി കഴിഞ്ഞത് രണ്ടെണ്ണമാണെങ്കിൽ വിടറ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുക. ഇതാണെങ്കിൽ കുഞ്ഞപ്പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലാവുക. അതേസമയം ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് വന്നേക്കോ, ഒരു ബാലെ ഡാൻസർ ആയിരിക്കും. അപ്പോൾ കാലിലെന്ത് മുറിവായിട്ടുണ്ട്, അതിൽ പാട് വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരണമെന്ന് ഓപ്പോസിറ്റിലുള്ള ആ ഡോക്ടറിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവരാണെങ്കിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കണ്ട് കൂവയാണെങ്കിൽ അവിടെ വന്ന് അവരെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ചെയ്തോളാം എന്നിട്ട് നല്ല ശ്രദ്ധയോടെ ചെയ്തു കൊടുക്കുക കേട്ടോ. ഈ പെണ്ണിന്റെ പേര് ശുഷി എന്നാണ്. നമ്മുടെ കുവയാണെങ്കിൽ ഇങ്ങനെ കെയർ ചെയ്ത് സംസാരിക്കുന്നതും നന്നായിട്ട് തന്നെ നോക്കുന്നതും കണ്ടതും ശുഷിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ഡോക്ടർ എവിടേക്കാണ് പോകുന്നത് അവിടെയൊക്കെ ആണെങ്കിൽ ഇവളും വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അത്ര പെട്ടെന്ന് പഴകി കൊടുക്കുന്ന തോന്നില്ല കേട്ടോ. അതേസമയം വീട്ടില് ഇതുങ്ങൾ രണ്ടും ആണെങ്കിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നതായിട്ട് മിനിയാണെങ്കിൽ രണ്ടെണ്ണം എന്താ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ നാളെ ലീവല്ലേ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ എന്റെ സമ്മതമില്ലാതെ എന്റെ മോനെ കൊണ്ട് നീ എവിടേക്ക് പോകാന്ന് നോക്കുമ്പോൾ ഒരേ ഒരു ദിവസമല്ലേ പ്ലീസ് ഞങ്ങൾ പൊക്കോട്ടെ നോക്കുമ്പോൾ ക്യുവാൻ വരാണെങ്കിൽ പ്ലീസ് അമ്മ എന്ന് പറയുക. ശരി നാളെ ഒരു ദിവസം മാത്രം എന്ന് പറഞ്ഞിട്ട് രണ്ടിനും പറഞ്ഞു വിടാം കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹീറോ ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടൊരു മാളി വന്നേക്കുക. ഇത് അച്ഛൻ്റെ മാളാണോ നോക്കുമ്പോൾ എൻ്റെ പൊന്നോ ഒരു മാളൊക്കെ വാങ്ങാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട പാവകളൊക്കെ എടുത്തോ അതൊക്കെ കൊടുക്കാനുള്ള പൈസ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞതും കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിട്ട് ഓടിപ്പോവാട്ടോ. അങ്ങനെ അച്ഛനും മോനും ആണെങ്കിൽ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഒരേപോലത്താണ് വാങ്ങുന്നത്. അങ്ങനെ ഡേ മൊത്തം ഇവർ രണ്ടുപേരാണെങ്കിൽ അടിച്ചു പൊളിക്കുക. ഹീറോക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇന്ന് കിട്ടിയത്. ഹീറോയിൻ ഇതൊക്കെ അറിയുമ്പോൾ അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുക. അതുകൊണ്ട് അവനെ പിടിച്ചെഴുതിയിട്ട് നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഞാൻ എന്താ വിചാരിക്കാൻ, ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ ഇവിടേക്ക് വന്നു. അതിനിപ്പോൾ എന്താ നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഓക്കെ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പോകാന്ന് നോക്കുക. ഞാൻ ഇപ്പോഴൊന്നും പോകുന്ന ഐഡിയയിലല്ല. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ മോനെ എൻ്റെ കൂടെ പറഞ്ഞു വെച്ചേക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല, ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ ക്യുവാനാണെങ്കിൽ അവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും ഏത് നേരം അടികൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മോനെ ഞങ്ങൾ അടികൂടിയൊന്നും അല്ലായിരുന്നു ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ മുന്നിൽ പിന്നെ അഭിനയിക്കുക കേട്ടോ. അതേസമയം ആ ശുഷി എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ ഡോക്ടറെ കൊണ്ട് ഒരു ഡിന്നറിന് വേണ്ടി വന്നേക്കുക കേട്ടോ. അവളാണെങ്കിൽ പുതിയ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. കോഫി കുടിച്ചിട്ട് സ്വന്തം തന്നെ ലിപ്സിൽ പറ്റിച്ചിട്ട് ഡോക്ടറാണെങ്കിൽ അതൊക്കെ തുടച്ചു കൊടുക്കുന്നതാണ് ഇമാജിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഐഡിയ ഒന്ന് വർക്കൗട്ട് ആവുമോ നോക്കാൻ വേണ്ടിയിട്ട് അവൾ സ്വയം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഡോക്ടറിനെ തന്നെ നോക്കുക. അയ്യോ നിന്റെ ലിപ്സിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവ വരെ ആണെങ്കിൽ അടുത്തോട്ട് വരുക. ഇപ്പൊ ഒരു റൊമാൻറ്റിക് സീൻ നടക്കണമെന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷിച്ചിരിക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കോട്ടോ അവൻ. അത് അവള് പ്രതീക്ഷിച്ചേ ഇല്ല. വീട്ടിലാണെങ്കിൽ ക്യുവാനും ഷെന്നു ആണെങ്കിൽ ഭയങ്കര കളിയാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആവുക. പെട്ടെന്ന് തന്നെ ഷെന്നിന്റെ അടുത്ത് വന്നിട്ട് എടാ നീ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ നോക്കുക. ഇത് കേട്ട ക്യുവാനും അമ്മ എപ്പോഴും എന്തിനാ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ തന്നെ നോക്കുന്നത്, ഞങ്ങൾ ഇച്ചിരി കളിച്ചോട്ടെ പ്ലീസ് എന്ന് പറയുക. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പാരയാവും തോന്നുന്നത് അവിടെ പറയുക കേട്ടോ. ഹീറോയിനൊക്കെയുള്ള അതേ അപ്പാർട്ട്മെന്റിലെ ഒരു വേറെ റൂമിലാണ് ഫ്രണ്ട് ഗൗമിയൊക്കെ താമസിക്കുന്നത് കേട്ടോ. അവിടേക്കാണെങ്കിൽ ആ ജൂഡെന്ന് പറഞ്ഞ പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞില്ലായിരുന്നു നിന്നെ നോക്കിക്കോളാന്ന്. അപ്പൊ അവൻ ഇതേ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടുപേർക്കിടയിൽ എന്താ നല്ല റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഷെന്നാണെങ്കിൽ ഇവിടെ വീട്ടിലിരുന്ന് അവന്റെ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നെറ്റിനാണെങ്കിൽ ഒട്ടും സ്പീഡില്ല. ഇവിടെ സ്പീഡൊന്നും നെറ്റിന് കിട്ടത്തില്ലേന്ന് നോക്കിയപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ഞാൻ നിനക്ക് നേരാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ നേരാക്കിയൊക്കെ കൊടുക്കുക. അവനൊരു ടാൻസ് പോലും പറയുന്നില്ല. അതുകൊണ്ട് മിനിക്കുവാണെങ്കിൽ ഞാനിപ്പോ നന്നാക്കി തന്നില്ല അതിന് പൈസയൊന്നും തരത്തില്ലേ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊരു മറുപടി അവൻ പറയുന്നുമില്ല. എന്താ പിന്നെ ഓക്കെ ഞാൻ ഡയറക്റ്റ് ഞാൻ ചോദിക്കാൻ വന്ന കാര്യത്തിലോട്ട് പോവാ.
നീ ശരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ മകന് വേണ്ടി തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ ഷെന്നും പെട്ടെന്ന് പറയുവാണേ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയുമ്പോ അതിന് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അവനും പറയാണ്, ഞാൻ ക്യുവാന് വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, അവന് വേണ്ടി മാത്രം. അതുപോലെ ഞാൻ ചില ടൈമൊക്കെ ഇങ്ങനെ വിചാരിക്കും, നീ എന്തിനാണ് അവനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ ഈ ചെറു പ്രായത്തിൽ തന്നെ അവന് ഹാർട്ടിൽ പ്രോബ്ലം വന്ന് സർജറി വരെ ചെയ്യേണ്ടി വന്ന് എൻ്റെ അതേ പ്രശ്നങ്ങളെല്ലാം അവനും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മിനിക്കും പറയുക, അതെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമമാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ വയറ്റിൽ അവനുള്ളപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ഒരു കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്? നിനക്കതൊക്കെ അനുഭവിക്കാൻ പറ്റണം, എന്നാലേ എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവുള്ളൂ, അതൊക്കെ ഓരോ അമ്മമാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഷെന്നും പറയാട്ടോ, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് കൂടുതൽ സന്തോഷമാണ് വരുന്നത്, കാരണം ഈ ഭൂമിയിൽ ആരുമില്ലാത്ത എനിക്ക് ഒരു ജീവൻ സ്വന്തമായിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മിനിക്കും ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുക. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ചിങ്ങില്ലേ, അവനാണെങ്കിൽ ഹീറോ കാണാൻ വേണ്ടി വന്നേക്കുക. എന്തുകൊണ്ടാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണ്. കഴിഞ്ഞ വട്ടം നടന്ന ആ പ്രൊജക്റ്റിന്റെ ഇടയിൽ എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പുതിയൊരു പ്രൊജക്റ്റാണ് ചെയ്തേക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും കൊളാബ് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോവും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഓക്കെ പറയാട്ടോ. പക്ഷെ ഇവനൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, ഇനി 10 വർഷം നടക്കാൻ പോകുന്നേ എല്ലാ പ്രൊജക്റ്റും ഇവരുടെ കമ്പനിയായിട്ട് നമ്മുടെ ഹീറോ കൊളാബറേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് കേട്ട ഷെന്നാണെങ്കിൽ അയ്യോ ഇത് വല്ലാത്തൊരു ഡീലിംഗ് ആയി പോയല്ലോ, അപ്പൊ ഇനി 10 വർഷം നിങ്ങളുടെ കൂടെ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് വെക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാം, പക്ഷെ 10 വർഷം എന്റെ കൂടെയും വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഡീലിന് സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നും ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറയുക. അപ്പൊ ചെങ്ങാണിക്ക് ഓക്കെ എന്നാ പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കുന്ന ഒരു സ്ഥലം വരെ പോവാന്ന് പറയുന്നുണ്ട്. ഇവര് പോവാന്ന് തീരുമാനിച്ചില്ലേ അതേ സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ ഹീറോയിനൊക്കെ ഉള്ളത്. അവരെന്തോ പാർട്ടിയായിട്ട് കമ്പനിക്കാരെല്ലാരും കൂടി വന്നേക്കോ. പോരഞ്ഞിട്ട് ഇവരെ കമ്പനിയിലാണെങ്കിൽ മേമേന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റാഫും കൂടി വന്നിട്ടുണ്ട്. ആ കൊച്ചിനെയൊക്കെ പരിചയപ്പെടുത്താട്ടോ. ഇവരുടെ ഓഫീസിലാണെങ്കിൽ ഒരു വായി നോക്കിയില്ലേ, അവന്റെ പേര് ഷിഫ എന്നാണ്. അവനാണെങ്കിൽ വേണമെന്ന് വെച്ച് ആ പുതിയതായിട്ട് വന്ന സ്റ്റാഫിന്റെ അടുത്ത് മോശമായിട്ടൊക്കെ നടക്കുവാട്ടോ. ആ കൊച്ചു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ ജന്മം ചെയ്ത് വിടത്തില്ലാട്ടോ. ഇതൊക്കെ മനസ്സിലാക്കി ഹീറോയിനും അവനെ ഒരുപാട് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഷെഫയാണെങ്കിൽ ഹീറോയോട് ദേഷ്യപ്പെടുക, നീ ആരാ, എന്നെക്കാട്ടിലും വലുതാണ്, നീ ആരാടി എന്നെ തടയാൻ വേണ്ടിയിട്ട്, നിന്നെ പറ്റിയുള്ള ചരിത്രമൊക്കെ എനിക്കറിയാം, ഇത്രയും വലിയൊരു കൊച്ചിനെ വളർത്തുന്ന അമ്മയല്ലേ നീ, ആരാ എന്റെ അച്ഛനെന്ന് നിനക്ക് അറിയോ, നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിക്കാട്ടോ മിഹുവിന്റെ അടുത്ത്. ഇത് ഈ സ്ഥലത്തോട്ട് ഷെന്നാണെങ്കിൽ കയറി വരുക. ഷിഫയാണെങ്കിൽ അപ്പൊ പോലെ അടങ്ങിയിരിക്കാതെ ഓരോന്നൊക്കെ പറയാട്ടോ, നിന്റെ മോന്റെ അച്ഛനാരാന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാട്ടോ, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ മോശമായിട്ട് സംസാരിക്കുമ്പോ ഷെന്നാണെങ്കിൽ ഇത് കേട്ട് സമാധാനത്തോടെ ഇരിക്കും. ഇല്ലല്ലോ കൊട്ടുക്കോട്ടോ ഒരെണ്ണം, അതാണ് കിട്ടൻ തന്നെയായിരുന്നു. ഷെൻ അവിടുന്ന് പോകുന്ന കണ്ടത് മിനിയു ആണെങ്കിൽ പുറകെ തന്നെ ചെല്ലുക. അവളെയും കുറെ വഴക്ക് പറയുന്നുണ്ട്. ഏതൊക്കെ ഒരുത്തൻ എന്റെ മോനെ പറ്റിയ അനാവശ്യം പറയുന്ന കേട്ടില്ല, നീ എന്തിനാ അവിടെ മിണ്ടാതിരുന്ന് വെക്കുമ്പോ അത് പിന്നെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ, ഏതായാലും എന്താ നീ നല്ലൊരെണ്ണം കൊടുത്തില്ലേ അവനിട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഗൗമിയാണെങ്കിൽ ഹീറോയിനെ തപ്പിക്കൊണ്ട് വരുന്ന കാണുക. പെട്ടെന്ന് തന്നെ ഷെന്നിനെ പിടിച്ച് ഒളിച്ചിരിപ്പിക്കുക. എടാ മിണ്ടല്ലോ കേട്ടോ, ഇങ്ങനെ തന്നെ നിൽക്കണമെന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് തിരിക്കുക കേട്ടോ. പാവൻ ചെക്കനാണെങ്കിൽ വിടറി എന്ന് പറയുമ്പോഴത്തേക്കിനും മിണ്ടാതെ അവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഒന്നും കൂടി അമുക്കുക കേട്ടോ. ഗൗമിയാണെങ്കിൽ കുറച്ചേരം തപ്പിന് ശേഷം അവളങ്ങ് പോവുകയും ചെയ്യും. അതിനുശേഷമാണ് ഇവള് വിടുന്നത് അവനെ. അപ്പൊ ഈ ഹീറോയിനെ പറയുക, ഞാൻ സീരിയസ് ആയിട്ടല്ല കേട്ടോ നിന്നെ തൊട്ടേന്ന് പറയുമ്പോഴത്തേക്കിനും, അപ്പൊ സീരിയസ് ആയിട്ട് തൊട്ടിരുന്നെങ്കിൽ എന്റെ കഴുത്ത് നീ ശരിക്കും ഒടിച്ചതല്ലേ, ഇപ്പൊ തന്നെ എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഗൗമിയാണെങ്കിൽ ജൂണിനെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവരുക. അവനാണെങ്കിൽ വേണ്ട എനിക്ക് വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെ കുറെ നിർബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൗമിയാണെങ്കിൽ വിടത്തില്ല. എന്തായാലും ചെക്ക് ചെയ്തേ പറ്റുള്ളൂ, കാരണം എന്താ ഇപ്പൊ പറ്റിയെന്ന് അറിയില്ലല്ലോ, നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പിടിച്ചു വലിച്ച് ഇറക്കുമ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ ഒരു കൊച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞടിക്കുക. തലേന്നൊക്കെയാണെങ്കിൽ രക്തം വരുന്നുണ്ട്. ഇത് കേട്ട ജൂണാണെങ്കിൽ പെട്ടെന്ന് കൊച്ചിനെ എടുത്തോണ്ട് ഓടിക്കൊണ്ട് പോവുകയാണ്. കാലൊടിഞ്ഞവനാണ് ഈ ഓട്ടോ ഓടുന്നത്. അപ്പോഴേ നമ്മുടെ ഗൗമിക്കാണെങ്കിൽ കാര്യം മനസ്സിലായി. അതിന്റെ ദേഷ്യത്തിൽ അവൾ ഇരിക്കുമ്പോൾ ജൂണാണെങ്കിൽ കുറെ സോറി വയ്ക്കുക, ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷെ നിന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അതുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞേ, എനിക്ക് നേരത്തെ കാലൊക്കെ ശരിയായിരുന്നു എന്ന് പറയുമ്പോ നീ ഇന്ന് എന്നെ വെച്ച് അപ്പൊ കളിക്ക് വരുന്നല്ലേ എന്നും പറഞ്ഞോണ്ട അവൾ കുറെ വഴക്ക് പറയുമ്പോഴത്തേക്കിനും ജൂണിനും ഭയങ്കര സങ്കടമായിട്ട് സോറി ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് പോവുകയും ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്യുവാന്റെ അടുത്താണെങ്കിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നെയാണ് ഇഷ്ടം, ഇപ്പൊ പുതിയതായിട്ട് ആ ഷിന്നെന്ന് പറഞ്ഞ ഒരുത്തം വന്നില്ല, അവനെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം നോക്കുമ്പോ എന്താ അമ്മ കുഞ്ഞു പിള്ളേർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, എന്തിനിങ്ങനെയൊക്കെ ചോദിക്കുന്നത് നോക്കുമ്പോൾ മിനിഹു ആണെങ്കിൽ അല്ല മോനെ ചുമ്മാ ചോദിച്ചതാ, എനിക്കറിയില്ല എന്റെ മോനെ കുട്ടി എന്നോടല്ലേ കൂടുതൽ
ഇഷ്ടം, എനിക്കതറിയാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടേക്കാണെങ്കിൽ ഷെന്നി വരുവാ. ക്യുവാൻ ക്യുവാൻ, ഇന്ന് ഞാൻ നിനക്ക് കിൻഡർ ഗാർഡനിലോട്ട് വിടാട്ടോ എന്ന് പറഞ്ഞത് കൊച്ചാണെങ്കിൽ ഓടി അങ്ങ് പോവാ. കള്ള, നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛൻ്റെ കൂടെ പോയതെന്ന് പറഞ്ഞിട്ട് മിനിഹു ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ കൂടി വാ മിനിഹു എന്ന് ഷെന്നെ വിളിക്കുമ്പോഴത്തേക്കും ഞാനൊന്നും ഇല്ലെന്ന് പറയുക. അന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോവാന്ന് പറഞ്ഞിട്ട് അവളെ തനിച്ചാക്കിയിട്ട് അങ്ങ് പോവാ. അന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഷെന്നാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ അതിലെ പോന്ന കാണുക. അവള് നടക്കണ്ടെന്ന് വെച്ചിട്ട് അവളെയും കൂടി വണ്ടി കയറ്റുമ്പോഴത്തേക്കിനും അവൾ ഓക്കെ പറഞ്ഞങ്ങ് കയറുവാണേ. അപ്പോൾ അസിസ്റ്റന്റാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി തിരിച്ചതും മിനിഹു ആണെങ്കിൽ നേരെ ഇവന്റെ മേത്തോട്ട് വന്ന് വീഴുക. ഇതൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, വേറെ ആരുമല്ല ഷിഫി ആയിരിക്കും. അവന് മനസ്സിൽ പറയുക, നീ എന്നെ അന്ന് അടിച്ചല്ലേടാ, നിനക്കിട്ടുള്ള പണി വരുന്നുണ്ട്, നീ അനുഭവിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ജൂൺ ആണെങ്കിൽ ഗൗമിയുടെ വീട്ടിലോട്ട് വരുക കേട്ടോ. അവന് ഭയങ്കര വിഷമാവും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നാലും പോയാലേ പറ്റുള്ളൂ, അവളോട് കള്ളം പറഞ്ഞതല്ലേ, ഇനി എന്തായാലും നിൽക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം. അവന്റെ ഡ്രസ്സൊക്കെ പാക്കാക്കി നമ്മുടെ ഗൗമിക്കാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് സോറി, നിന്റെ കൂടെ നിൽക്കാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് അയച്ചേക്കുക കേട്ടോ. ഇത് കേട്ടത് അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെന്റിലോട്ട് വരുക. അവള് ലിഫ്റ്റിൽ കയറുന്ന ടൈമിലായിരിക്കും ഇവൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. അവൾക്കത് കാണാനും പറ്റി കാണത്തില്ല. ഇപ്പൊ അടുത്ത ദിവസം ഓഫീസിലായിട്ട് കാണിക്കുന്നത് എല്ലാവരും ആണെങ്കിൽ നമ്മുടെ മിനിഹുവിനെ പറ്റിയാണ് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷിഫി ആണെങ്കിൽ എടുത്തില്ലായിരുന്നു, ആ ഫോട്ടോ ആണെങ്കിൽ പബ്ലിഷ് ആക്കി കാണും. മിനിഹു അകത്തോട്ട് കയറുമ്പോൾ ഒക്കെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഗാമി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവൾക്കും തിരിയുന്നത് ഏതവനാണ് ഈ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടതെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നോക്കുക. അക്കൗണ്ട് ഒന്ന് ഹാക്ക് ആക്കി കഴിയുമ്പോൾ തന്നെ അത് ആരെ ചെയ്തെന്ന് മനസ്സിലാവുക കേട്ടോ അവൾക്ക്. ഷെന്നു അതേപോലെ അവന്റെ വർക്കിന് വേണ്ടി വരുമ്പോഴത്തേക്കിനും ഹീറോയിനെ പറ്റിയാണ് മറ്റുള്ളവരൊക്കെ പറയുന്നെങ്കിലും മിനിഹു ഏതോ ഒരുത്തിന്റെ കൂടെ പോയി എന്നാണ് ഇവൻ മൊത്തം കേൾക്കുന്നത്. അവന്റെ പാതി കേട്ടിട്ട് നേരെ ഹീറോയിന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, അതിന്റെ ഇടയ്ക്കൊന്നും എന്റെ മകനായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ എടാ നീ ഞാൻ പറയുന്നത് കേൾക്കുക പറഞ്ഞിട്ട് അവള് പറയാൻ നിൽക്കുമ്പോ അതൊന്നും എനിക്ക് കേൾക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ളവന്മാരുടെ കൂടെ നീ പൊക്കോ, പക്ഷെ എനിക്ക് അറിയണ്ട, പക്ഷെ എന്റെ ക്യുവാൻ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ ഓ അങ്ങനെയല്ലേ, ഞാൻ ആരുടെ കൂടെ പോയെന്ന് നിനക്ക് അറിയണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവനും അവളെ എടുത്തില്ലായിരുന്നു. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോയാണ് ഏതോ ഒരുത്തിന് ഓൺലൈനിൽ ഇട്ടത്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അത് ആരങ്ങനെ ഇട്ടേ നിനക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ ആരുമില്ല ഷിഫയാന്ന് പറയുവാണേ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കുമ്പോ അതിനൊക്കെ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാപ്പിൽ എന്താണ്ടൊക്കെ കാണിച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഇപ്പൊ ഞാൻ പണി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ എല്ലാവരും മുന്നിൽ വന്നിട്ട് എനിക്കും ഇവനും എതിരെ ഇതൊക്കെ കൊടുത്തത് ഷിഫയാന്ന് പറഞ്ഞതും ഷിഫ ആണെങ്കിൽ സമ്മതിക്കത്തില്ലല്ലോ. അതേപോലെ തന്നെ ഇവൻ അങ്ങ് തർക്കിക്കോ, ഞാനൊന്നും അല്ല ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ഈ ഫോട്ടോ വന്ന IP അഡ്രസ് ഇവന്റെ ഫോണിൽ നിന്നാണ് ഇത് തെളിവെടുക്കാൻ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ഷിഫ ആണെങ്കിൽ അതെങ്ങനെ എന്റെയാന്ന് നിനക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുക, വേറെ ഒരു ഫോട്ടോ എടുത്ത് എന്റെ ഫോണിൽ നിന്നാണെങ്കിൽ പബ്ലിഷ് ആക്കിയെങ്കിലാണെങ്കിലോ അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് എന്റെ കയ്യിലൊരു മാർഗം ഉണ്ടിടാ. ഞാൻ ഇപ്പോഴാണ് ഒരു പ്രോഗ്രാമിങ് നിന്റെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അതിലൂടെ നീ എന്തൊക്കെ ഫയലാണോ ഡിലീറ്റ് ആക്കിയ അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ഷിഫയ്ക്കാണെങ്കിൽ പേടിയാവുക. ഇനി കള്ളത്തരം പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയെന്ന് സത്യം പറയുക ഞാൻ തന്നെ പബ്ലിഷ് ആക്കിയെന്ന്. അപ്പൊ മിനിഹു വരികയാണെങ്കിൽ നീ തന്നെ ചെയ്തത് നീ സമ്മതിച്ചില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും നീയെ ഇതൊക്കെ ചെയ്തെന്നും എല്ലാവരോടും പറയണം, എന്നിട്ട് എന്നോട് സോറി ചോദിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുക. നീ അങ്ങനെ ചെയ്ത് എൻ്റെ അടുത്ത് സോറി ലെറ്റർ തന്നില്ലെങ്കിൽ ഞാൻ ഈ കമ്പനി വിട്ട് പോകുന്നു പറഞ്ഞിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോയത്. ഗൗമിയാണെങ്കിൽ പുറകെ ചെന്നിട്ട് നീ എന്തിനാണ് ഈ കമ്പനി വിട്ട് പോകുന്നതെന്ന് വെക്കുക. അതെ ഞാൻ തന്നെ കമ്പനി വിട്ട് പോകുന്നത്, അവനായിരിക്കും ഈ കമ്പനി വിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ മോളുടെ ഒരു പ്ലാൻ ആയിരുന്നല്ലേ. എന്നാലും ഒരു 15 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിങ് എങ്ങനെ അവന്റെ ഫോണിൽ നീ കയറ്റി നോക്കുമ്പോൾ ഞാൻ എന്താ വല്ല ദൈവമാണോ, അത്ര സെക്കൻഡ് കൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി അവന്റെ ഫോണോട്ട് കേട്ട് ഞാനതൊക്കെ ചുമ്മാ പറഞ്ഞതാ. ഗൗമി വരെയാണെങ്കിൽ എന്റെ മോള് നിന്റെ ഐഡിയ എങ്ങാനും അവൻ കാണിക്കുന്ന അങ്ങനെ പറഞ്ഞ നീ പെട്ടുപോയേനെ എന്നൊക്കെ പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ മാനേജറിന്റെ അടുത്താണെങ്കിൽ ഇവൻ വന്നിട്ട് ഞാനൊന്നും സോറി ചോദിക്കത്തില്ല, അവളൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഓക്കെ നീ ചോദിക്കൊന്നും വേണ്ട, ഇപ്പൊ നീ പബ്ലിഷ് ആക്കിയേക്കുന്ന ആ ഗ്ലൂരി എന്ന് പറഞ്ഞ കമ്പനിയിലെ CEO ആയിട്ടല്ലേ. അപ്പൊ CEO ഇത് കണ്ടതും അവന് നന്നായിട്ട് ദേഷ്യം വന്നിരിക്കുകയായിരിക്കും. ഷെന്നിന്റെ അടുത്ത് പോയിട്ട് നീ എങ്ങനെയെങ്കിലും ഇതിനൊരു സമാധാനം ചോദിച്ചിട്ട് വന്നാൽ മതി എന്നിട്ട് അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അതോടെ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡായിട്ട് എത്ര വിട തരാം. അതുവരെ ബൈ ബൈ.